അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്വത്ത് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഒരു മുഫീദ എന്നു പേരുള്ള ഒരു വിമൺ എനിക്ക് വിളിച്ചു. അവരുടെ ജീവിതം പറഞ്ഞപ്പോൾ വലിയ ഷോക്കായി. അവർ പറയുന്നത് ഇസ്ലാം വളരെ ക്രൂരമായൊരു മതമാണ്, ഇവിടുത്തെ മതപണ്ഡിതന്മാരും ഇവിടുത്തെ ആളുകളുമൊക്കെ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ മോശം രീതിയിലാണ്, അതുകൊണ്ട് ഞാൻ മതം ഒഴിയാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായത് ഇസ്ലാമിൽ കുറേ നല്ല സന്ദേശങ്ങളുണ്ട്, പക്ഷെ അത് പറയുന്നില്ല, അത് ആളുകൾ അത് ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞു തരുന്ന ഒരു മതം വളരെ നീചമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു മതത്തിന് പിന്നിൽ നടക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് ഈ മുഫീദ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഹിദായത്ത് പടച്ചോൻ തരുന്നതാ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് അവർക്ക് 4 മക്കളാണ് അവരുടെ ഉപ്പാക്ക്. ഇവർ മാത്രം, മുഫീദ മാത്രമാണ് ഒരു വിമൺ ഉണ്ടായിരുന്നത്. എല്ലാവരെയും ആ പിതാവ് കല്യാണം കഴിപ്പിച്ചയച്ചു. അങ്ങനെ ഈ പിതാവ് മരണപ്പെട്ടു. അത്യാവശ്യം കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇവരുടെ വിവാഹബന്ധം അത്ര സുഖകരമായില്ല. അയാൾ കള്ളുകൂടി, പെണ്ണുപിടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തന്നെ ഇടപെട്ടിട്ട് അത് ഫസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇവരിപ്പോൾ വിവാഹമോചിതയാണ്. ആ സമയത്താണ് പിതാവിൻ്റെ മരണം. രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ മുഫീദ തയ്യാറല്ല. അവർക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് പിതാവിൻ്റെ മരണം. അത്യാവശ്യം സമ്പത്തുണ്ട്. ഇവർ ഈ ഒരു പെൺകുട്ടി കരുതിയിരുന്നത് എല്ലാ ഉപ്പയുടെ മരണശേഷം കിട്ടുന്ന സമ്പത്തുള്ളത് മക്കളെ കെട്ടിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകരിക്കും. അപ്പോൾ ഒരു വളരെ വലിയൊരു വിഭാഗം സ്വത്ത് തനിക്ക് കിട്ടുമെന്നാണ് ഈ മുഫീദ കരുതിയിരുന്നത്. അങ്ങനെ ഉപ്പയുടെ മരണശേഷം സ്വത്ത് പാർട്ടീഷൻ നടത്തിയപ്പോൾ തൻ്റെ സഹോദരന്മാർക്കുള്ളതിൻ്റെ പകുതി മാത്രമേ തനിക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് മുഫീദ മനസ്സിലാക്കിയത്. കാരണം മുഫീദക്ക് അങ്ങനെ കിട്ടിയത്, കാരണം നമ്മുടെ നിയമപ്രകാരം ആൺകുട്ടികൾക്ക് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ആർക്കുള്ളത്? പെൺകുട്ടികൾക്കുള്ളത്. മുഫീദ ചോദിക്കാൻ, എൻ്റെ ഉപ്പ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എൻ്റെ ഉപ്പയുടെ സ്വത്തിൽ എനിക്കെങ്ങനെയാണ് പകുതി മാത്രം കിട്ടുന്നത്? എൻ്റെ സഹോദരങ്ങളായ ആളുകൾക്കൊക്കെ എന്നേക്കാൾ ഇരട്ടി കിട്ടുകയും എനിക്ക് മാത്രം ഈ പകുതി ആകുന്നതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. ഒന്നാമത്, എന്നെ നോക്കാൻ ഒരു പുരുഷനില്ല. ഞാനൊരു ആരില്ല, ഒരു വിധവയാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? അപ്പൊ ഏത് സാഹചര്യത്തിലാണ് എനിക്ക് ഈ സ്വത്ത് പകുതിയാക്കി കുറച്ചത് എന്നുള്ളത്? ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്രേ. ഇത് സ്വത്ത് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മഹലിൽ പോയിട്ട് പറഞ്ഞു, എന്നെ നോക്കാൻ നിങ്ങളുടെ ഈ ഒരു ഇസ്ലാമിക കോൺസെപ്റ്റിലാവുന്ന ഉസ്താദ് പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ഈ സ്ത്രീയുടെ സംരക്ഷണം എപ്പോഴും പുരുഷന്റെ കയ്യിലാണ്. അതായത് പെൺകുട്ടികളായിരിക്കുമ്പോൾ പിതാവിന്റെ കയ്യിൽ, വിവാഹിതയാണെങ്കിൽ അത് ഭർത്താവിന്റെ കയ്യിൽ, അവരൊന്നും ഇല്ലെങ്കിൽ അത് മറ്റു കുടുംബക്കാർ, പിതാവിന്റെ സഹോദരന്മാരെ കയ്യിൽ, ഇങ്ങനെ മറ്റൊരാളുടെ കൈകളിലൂടെയാണ് ഈ പെൺകുട്ടിയുടെ സംരക്ഷണം. ഇതൊക്കെ പണ്ടത്തെ ഒരു രീതിയല്ലേ? ഇന്ന് അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? എത്രയോ സ്ത്രീകൾ വിവാഹം കഴിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പൊ ആ പഴയ കാലത്തേത് പോലെയുള്ള ഒരു സംരക്ഷണം എന്നത് എല്ലായ്പ്പോഴും ആവശ്യമില്ല. എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പുരുഷന്റെ സംരക്ഷണം ആവശ്യമില്ല. അപ്പൊ എൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ഉള്ള ഒരു അവകാശം എനിക്കില്ലാതെ പോയത്? ഇതാണ് ഈ ഒരു മുഫീദയുടെ ചോദ്യം. എൻ്റെ കേസിൽ നിങ്ങൾ നോക്ക്, എൻ്റെ കേസിൽ ഞാൻ ഒരാളുടെ അണ്ടറിലും അല്ല. എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ജീവിതം വളരെ ദുരന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോടെ താല്പര്യമില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇനി വിധവയായിട്ട് കഴിയാണ്, മക്കളെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പ്രാക്ടിക്കൽ അല്ലല്ലോ. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് എനിക്കും കിട്ടണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ് മറുപടി പറയേണ്ടത്, ഞാനൊരു ഇസ്ലാമിക പണ്ഡിതനല്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്ന ഏതെങ്കിലും ഒക്കെ സംഘടനയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലൊക്കെ ഉള്ള വലിയ മുസ്ലിം മതപണ്ഡിതന്മാർ മറുപടി പറയട്ടെ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് എന്താ കൊടുക്കുക? ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ സ്വത്തുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ആ ഇല്ലാത്തവരാളുകളൊക്കെ പലപ്പോഴും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, പല കുടുംബങ്ങളിലുമുള്ള ഒരു സ്വത്ത് വിഭജന സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഈ പെൺകുട്ടികൾക്ക് സ്വത്ത് കുറച്ചു കൊടുക്കുക. പലപ്പോഴും പല വീടുകളിലേക്കും നമ്മൾ വിവാഹം കഴിപ്പിച്ചയക്കുന്ന കുടുംബങ്ങളിലൊന്നും സന്തോഷമായിട്ടോ അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടോ ജീവിക്കുന്നവരല്ല. അപ്പൊ അവർക്ക് ആണിൻ്റേതുപോലെ ഒരു സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അത്ര ഒരു വിഭജനം, ഒരു പാർട്ടിഷൻ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് മറ്റേ സാധനത്തിന് ഭർത്താവിനെ ഒഴിവാക്കിയാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും കഴിയും. കാരണം പഴയ ജീവിത സാഹചര്യങ്ങളിലെ കാലക്രമേണ സാഹചര്യങ്ങൾ മാറി. ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ അതൊരു ഇസ്ലാമിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അംഗീകരിച്ചു വരും. പക്ഷേ ചിലർക്ക് അതൊരു വലിയ പ്രയാസമായിട്ട് മാറലുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകാൻ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ മതം വിട്ടു പോവുകയോ മതത്തിൻ്റെ ഉള്ളിൽ കയറുകയോ അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ നിഷേധിക്കുകയൊക്കെ ചെയ്താൽ തമാശക്കാണെങ്കിൽ പോലും ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവന് ഭീഷണിയില്ല, അതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. പൊതുവായിട്ടുള്ള ഒരു നിയമമാണ് ഇസ്ലാമിൽ ഇങ്ങനെ സ്ത്രീകൾക്കുള്ളതിൻ്റെ ഇരട്ടിയാണ് ആൺമക്കൾക്കെന്ന് പറഞ്ഞത്. പിന്നെ ഇത്തരം ചില സാഹചര്യങ്ങൾ പല കുടുംബങ്ങളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ സ്വത്ത് വിഭജിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. ഇവരും ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഏതായാലും നിങ്ങളുടെ വിഷയത്തിൽ എന്നെപ്പോലെയുള്ള ഒരു പാമരനല്ല അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾക്ക് അതുമായി വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ വലിയ പണ്ഡിതരടുത്ത് ചെല്ലാം. അപ്പൊ ഇവർ പറയുന്നത് ഞാൻ അങ്ങനെ എൻ്റെ സമീപത്തുള്ള എനിക്ക് റിലേറ്റബിൾ ആയ പല ഉസ്താദുമാരടുത്ത് പോയപ്പോഴും ഒന്നും എനിക്ക് അനുകൂലമായിരുന്നില്ല. പലപ്പോഴും ഈ സ്വത്ത് വിഭജനത്തിന്റെ കാര്യത്തിൽ ഇതൊരു പ്രയാസമായിട്ട് മാറാല് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും ആണെങ്കിൽ, കാരണം ഒരു പെണ്ണിന് പകുതി സ്വത്ത് കിട്ടിയാൽ മതി, അവളുടെ കാര്യമില്ലെങ്കിലും ഭർത്താവ് നോക്കുന്നുണ്ട്. പിന്നെ ഭർത്താവിന് അതൊരു വളരെ വലിയ സപ്പോർട്ടീവാണ്. കാരണം ഭാര്യയുടെയും കൂടി സ്വത്ത് ഇതിൽ കൂടെ ചേരുന്നു. അതൊക്കെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാം, തനിക്ക് വേണ്ടി ഉപയോഗിക്കാം, ആ കുടുംബത്തിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. സ്ത്രീക്ക് വളരെ വലിയൊരു സ്ഥാനം കൊടുത്തിട്ട് ഒന്നും ചെയ്യിക്കണ്ട, ജോലിക്ക് പോകണ്ടെന്നല്ല, പോകേണ്ടതില്ല, ഇത് മുഴുവനുള്ളൊരു സ്ഥാനം കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ മാറിട്ടോ. ഇന്നൊരു കുടുംബത്തിൽ 2 ഇൻകം സോഴ്സ് ഉണ്ട്. ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട്, ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കറണ്ട് ബില്ല് അടക്കാണെങ്കിൽ പാർട്ടിഷൻ നടത്തും, വീടിൻ്റെ വാടക കൊടുക്കുക രണ്ടുപേരും തുല്യമായിട്ട് കൊടുക്കും, എല്ലാ ചെലവും എല്ലാ എക്സ്പെൻസും അവർ ഈക്വലായിട്ട് അവർ വിഭജിക്കുകയാണ്. അപ്പൊ അതുപ്രകാരം ഇന്നത്തെ രീതിയിൽ ഈ സ്വത്ത് വിഭജനം അശാസ്ത്രീയമാണ് എന്നുള്ള മുഫീദ പറയണം. മുഫീദ പറഞ്ഞ ഇത് ഞാൻ മാത്രം എൻ്റെ അഭിപ്രായങ്ങളൊന്നുമില്ല, ഞാൻ സമാനമായിട്ട് പലരുമായിട്ടും സംസാരിച്ചപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഈ സ്വത്ത് വിഭജന കാര്യത്തിൽ കാലോചിതമായ ഒരു പരിഷ്കാരങ്ങൾ വരണം. അപ്പൊ ഇവർ അവസാനം പറഞ്ഞു വരുന്നത് ഈ ഏകീകൃത ഒരു സിവിൽ യൂണിഫോം ഒക്കെ നടപ്പിലാക്കി കഴിയുമ്പോൾ എല്ലാവർക്കും സ്വത്തവകാശം തുല്യമാക്കുക എന്നൊരു കോൺസെപ്റ്റാണ് അതിലുള്ളത്. അത് വളരെ നല്ലതാണ്. ആണായാലും പെണ്ണായാലും സ്വത്ത് ഒന്നിച്ച് കിട്ടട്ടെ, ഒരു ഉപ്പയുടെ സ്വത്തിൽ എല്ലാവർക്കും തുല്യ അവകാശം വേണം എന്നൊരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ മതമാണ് ശരിക്കെങ്കിൽ അതിൽ മുഴുവൻ ലോജിക്കായ ആളുകൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വ്യാഖ്യാനിച്ചിട്ട് അതൊരു സ്ത്രീ വിരുദ്ധമാക്കി വെച്ചിക്കാണ്. ഇതാണ് ഇവർ പറയുന്ന ന്യായം. അതുകൊണ്ട് ഇത്രയും സ്ത്രീവിരുദ്ധമായ ഒരു മതത്തിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിൽ അനുകൂലമായ നടപടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഞാനാണ് സ്വത്ത് വിഭജനം ചെയ്തിരുന്നതെങ്കിൽ എല്ലാവർക്കും ആണിനും പെണ്ണിനൊക്കെ ഈക്വലായിട്ട് കൊടുത്തേനെ. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇസ്ലാമിൽ ഒരു പൊതുവായ നിയമങ്ങൾ ഉണ്ടെങ്കിലും ചിലരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ നിയമത്തിനപ്പുറമുള്ള ഒരു വിധി പറയാറുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാൻ നബിയോട്, ഇപ്പോൾ ഈ റമദാന്റെ കാലത്ത് റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ അവർക്കുള്ള ഇസ്ലാമിക പ്രായശ്ചിത്ത വിധി 2 മാസം തുടർച്ചയായിട്ട് ഇത്ര മാസങ്ങളോളം നോമ്പെടുക്കണം, പിന്നെ അല്ലെങ്കിൽ അനാഥകളായ ഇത്ര പേർക്ക് ഈ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കണം എന്ന നിയമമാണ്. പക്ഷേ ഈ ഒരു നിയമം ഉണ്ടായിരിക്കെ ഹബീബായ നബിയുടെ അടുത്തേക്ക് വന്നൊരു മനുഷ്യൻ വന്നിട്ട് ഞാൻ റമദാനിൽ ഇങ്ങനെ ഒരു സ്ത്രീയും എൻ്റെ ഭാര്യയുമായിട്ട് സെക്സ് നടത്തും, എനിക്ക് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി ചോദിച്ചു, നിനക്ക് അടിമകളെ നോമ്പെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു നോമ്പ് തന്നെ ക്ഷമിക്കാൻ പറ്റായിട്ടാണ് നബിയെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ അപ്പോൾ അയാൾ വീണ്ടും ഹബീബായ നബി പറയാണ്, എന്നാൽ നിങ്ങൾ പോയിട്ട് അടിമകളെ മോചിപ്പിക്കൂ, ഞാൻ തന്നെ ഒരു അടിമയായിരുന്നു, ഈ അടുത്താണ് എനിക്ക് തന്നെ ഒരു മോചനം കിട്ടിയത്, ഒരു അടിമയെ മോചിപ്പിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലെന്നുള്ള മറുപടിയാണ് പിന്നെ കൊടുത്തത്. പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചത്, എങ്കിൽ നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പൊ അത് പറഞ്ഞു, ഞാൻ തന്നെ ഒരു യാചകന്റെ അവസ്ഥയിലാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കെന്നെ ആളുകൾ എന്തെങ്കിലും തന്നെങ്കിലേ എൻ്റെ വീട്ടിലെ പട്ടിണി മാറും, ഈ അവസ്ഥയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹബീബായ നബി തനിക്ക് മുൻപ് ആരോ സമ്മാനിച്ച ഒരു പാത്രം ഈന്തപ്പഴം ആ മനുഷ്യന് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി തിന്നുകൊള്ളൂ, ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. നോക്കൂ, ആ മനുഷ്യൻക്കുള്ളൊരു നിയമം ഹബീബായ നബി അവിടെ മാറ്റി. ഇത് കോമൺ നിയമമാണോ? അല്ല. അപ്പൊ ഇസ്ലാമിക നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ പൊതുവായിട്ടൊരു നിയമം പറഞ്ഞിട്ടുണ്ടാവും. ആ നിയമം ആളുകളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് അത് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമാക്കി മാറ്റേണ്ടത് ഈ മതം കൈയാളുന്ന ആളുകളുടെ ധാർമ്മികപരമായ ഡ്യൂട്ടിയാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുൻപിലേക്ക് മൻസൂർ എന്ന അബ്ബാസി ഖലീഫ കടന്നു വന്നിട്ട് സെയിം സ്റ്റോറി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുമായി സെക്സിൽ ഏർപ്പെട്ടു റമദാനിൽ നോമ്പെടുത്തുകൊണ്ട്, എനിക്ക് എന്താണ് പ്രതിവിധി എന്ന് മൻസൂർ എന്ന മദീന പള്ളിയിലെ ഇമാമിനോട് ചോദിക്കാൻ, മൻസൂർ എന്ന ഭരണാധികാരി ഇമാം മാലിക്കിനോട് ചോദിക്കാൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി, നിങ്ങൾ തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം,
തുടർച്ചയായിട്ട് ഇത്ര മാസം നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ വേറെ പ്രതിവിധികളൊന്നും ഇല്ലേ എന്നുള്ളതായിരുന്നു തിരിച്ചുള്ള ചോദ്യം. ഇല്ല, ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മറുപടി. ആ സദസ്സിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു ശിഷ്യനായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കരുതി ഇതിന് 2-3 പ്രതിവിധികൾ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഗുരുനാഥൻ അതൊന്നും പറയാതിരുന്നത്? ഏതായാലും മൻസൂർ എന്ന ഭരണാധികാരി പോയി, പ്രതിവിധി കേട്ടിട്ട് അത് ചെയ്യാൻ വേണ്ടി പോയി. ശിഷ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതവോടുകൂടി ചോദിച്ചു, ഇങ്ങനെ ചില കണ്ടീഷൻസുകളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും മറ്റു ചില മാർഗങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഗുരുനാഥനായ അങ്ങ് അത് പറഞ്ഞു കൊടുക്കാതിരുന്നത്? ഉടൻ തന്നെ ഗുരുനാഥനായ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മറുപടി, അതൊരു രാജാവാണ്, ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയോട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന പ്രതിവിധി ഞാൻ പറഞ്ഞാൽ അയാൾ ആ തെറ്റാവർത്തിക്കും. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അടിമകളെ മോചിപ്പിക്കുക എന്ന പ്രതിവിധി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ അയാൾ ഈ തെറ്റാവർത്തിച്ചു. അയാൾ സമ്പന്നനല്ലേ, ഭരണാധികാരിയല്ലേ, എത്ര അടിമകളെ വേണമെങ്കിലും കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിക്കാൻ പറ്റും. പക്ഷെ അയാൾക്ക് പറ്റാത്ത ഒന്നുണ്ട്, നോമ്പെടുക്കുക എന്നുള്ളത്. അയാൾക്കുള്ള പണിഷ്മെന്റ് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിലെ ഖുർആനിൽ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടായിരിക്കെ ഈ വ്യക്തിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് നിയമം വ്യാഖ്യാനിക്കാൻ ഇമാം മാലിക് റളിയല്ലാഹു സാധിച്ചു. അപ്പൊ ഇസ്ലാമിലൊരു നിയമം പറയുന്നത് ഒരു പൊതുവായ നിയമമാണ്. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്ന വിഷയത്തിന് ഇതിനേക്കാളും ഉതകുന്ന ഒരു മറുപടി ഉണ്ടെങ്കിൽ വന്യരായ മഹാപണ്ഡിതന്മാരൊക്കെ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളിത് കേൾക്കാനിട വന്നാൽ നിങ്ങളിതിനൊരു നല്ല മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വത്ത് വിഭജനത്തെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലാണ് പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത്. ഏത് സൂറത്തിലാണ് ഈ സ്വത്ത് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.